പോലീസ് അസോസിയേഷൻ പട്ടിക മറികടന്ന് ശബരിമല ഡ്യൂട്ടി നൽകിയതിൽ ഭീഷണി. സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ പുഷ്പദാസിനെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് പുറത്തേക്ക് വന്നത്. സന്നിധാനം ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണിച്ചു തരാമെന്നാണ് ജില്ലാ സെക്രട്ടറി നിഷാന്ത് ചന്ദ്രന്റെ ഭീഷണി. ശബ്ദരേഖയിലേക്ക് ആദ്യം. അല്ല, താങ്കള് സന്നിധാനത്ത് പോയി മെറിറ്റിലല്ല എന്ന് പറഞ്ഞതാ. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ മെറിറ്റ്? താങ്കൾ മെറിറ്റ് എന്തോ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കുക. ഞാൻ പോലീസിലാണെന്നുള്ള എന്റെ മെറിറ്റ്. നിങ്ങൾ നിങ്ങളുടെ അല്ലല്ലോ, ഞാനും പോലീസുണ്ട്. സാർ അവിടെ എന്തോ വെല്ലുവിളിയൊക്കെ പ്രഖ്യാപിച്ചു. ഇന്ന പോലെ അസോസിയേഷൻകാർ കൊടുക്കുന്ന ലിസ്റ്റ് അല്ലാതെ ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ GD കയറുന്നവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്തോ ഒരു അലിഖിത പ്രഖ്യാപനം ഉണ്ടായെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇത് ആരുടെ പേരാണ് എന്നോ ഞാൻ പറയുന്നില്ല. പുഷ്പ സാറേ, ഇത് ജനുവരി 14 അല്ലെങ്കിൽ 21 വരെ ഉള്ളൂ സന്നിധാന സ്റ്റേഷനും ഈ പറഞ്ഞ ശബരിമല ഡ്യൂട്ടി. ഇന്നും അവിടെ വെല്ലുവിളി മുഴക്കി. നിങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞില്ലേ എന്നെ സന്നിധാനത്ത് വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ലേ എന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സാറ് നാളെ സന്നിധാനത്ത് പോയി, ഞാനിപ്പോ ജിറ്റാറിയിരിക്കുന്നു. സാറ് നാളെ തിരിച്ചു വരുമ്പോ സാർ എവിടെ സാറിന് അറിയാൻ പറ്റുമോ? എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റും. നാളെ ആൾക്കാർ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? സംഘടന ഉള്ളതല്ലേ? ഏത് നിങ്ങൾ ഏത് സംഘടന ഉള്ളേ? നിങ്ങൾ ഗോപിനകത്തുള്ള ആളല്ല. ജനുവരി 21 അല്ലെങ്കിൽ 24 കഴിയുമ്പം പിന്നെ ഒരു സമ്മേളനത്തിൽ സാറ് വരുമല്ലോ. അപ്പൊ നേരിട്ട് സംസാരിക്കാൻ സാറേ. അപ്പൊ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ജില്ലാ സെക്രട്ടറി ഞാനാണെങ്കിൽ നിങ്ങൾ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സാറേ. അത് കാണും, തീർച്ചയായിട്ടും കാണാം. ജനുവരി 24 താങ്കൾ നേരിട്ട് കാണും. യാതൊരു മടി എനിക്ക് കരുത്തിയില്ല. CK അഭിലാലാണ് ചേരുന്നത് വാർത്താ വിവരങ്ങളുമായി. അഭിലാൽ, ഈ ശബരിമലയിലേക്ക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് ആരാണ് ശരിക്കും? ഈ അസോസിയേഷൻ അവിടെ എന്താണ് റോള്? ഈ നിഷാന്ത് ചന്ദ്രന്റെ ഭീഷണി കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ശബരിമലയിലേക്ക് ആളിനെ അയക്കുന്നതും ഈ പോലീസിലെ ആ ജില്ലയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളെന്ന്. എന്താണ് ഭീഷണിക്ക് ഇടയാക്കിയ സാഹചര്യം? ആദ്യം വിവരിക്കും. ശബരിമല ഡ്യൂട്ടിയിൽ താല്പര്യമുള്ള ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്നത് പോലീസ് അസോസിയേഷൻ സാധാരണ ചെയ്യാറുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് താല്പര്യപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്ന പതിവുണ്ട്. അങ്ങനെ ഈ വർഷവും അത്തരത്തിലുള്ള ലിസ്റ്റ് കൈമാറിയിരുന്നു. അതിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് പുഷ്പദാസ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതേസമയം പുഷ്പദാസിന്റെ പേര് വെട്ടിക്കളയാൻ പോലീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായതായി ചില ആക്ഷേപങ്ങൾ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പുഷ്പദാസ് സംസാരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ചുരുക്കത്തിൽ പോലീസ് അസോസിയേഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടും തനിക്ക് ശബരിമല ഡ്യൂട്ടിക്ക് പോസ്റ്റിംഗ് ലഭിച്ചു എന്നതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ സംസാരം ഉണ്ടാകുന്നത്. നിഷാന്ത് പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്. നിലവിൽ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുഷ്പദാസ് സന്നിധാനത്ത് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുകയും തിരുവല്ല സ്റ്റേഷനിലെ പോലീസുകാരനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ പോലീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസോസിയേഷൻ ശബരിമല ഡ്യൂട്ടിയിൽ നിന്നും പുഷ്പദാസിനെ വെട്ടാൻ ശ്രമം നടത്തിയെങ്കിലും അത് മറികടന്നുകൊണ്ട് ജോലി ലഭിച്ചു എന്നുള്ളതാണ്. ലളിതമായൊരു ചോദ്യം. ഈ ശബരിമലയിലേക്ക് ഡ്യൂട്ടിക്കായി പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിക്കുമ്പോൾ അവരുടെ മുൻകാല പരിചയങ്ങൾ, അവിടെ ഒരു ശബരിമല പോലെ ഒരു സ്ഥലത്ത് അവരുടെ ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം സവിശേഷമായ സാഹചര്യം, അവരുടെ കഴിവ്, ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അതൊന്നുമല്ല, ഞാനാണ് തീരുമാനിക്കുന്നത്. നിഷാന്ത് ചന്ദ്രന്റെ വെല്ലുവിളി, ഭീഷണി കേട്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കാര്യങ്ങൾ അതിന്റെയൊക്കെ ചട്ടപ്രകാരം ഇങ്ങനെയാണോ നടക്കുന്നത്? ഏതെങ്കിലും മാനുവലിൽ പറയുന്ന കാര്യങ്ങളാണോ? നിഷാന്ത് ചന്ദ്രന്റെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റി കളയും എന്നുള്ളൊരു ഭീഷണി അതിനകത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കേട്ടാൽ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ നിഷാന്തുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. 13-ാം തീയതി രാത്രി 10:24 തന്നെ വാട്സപ്പിലാണ് പുഷ്പദാസ് വിളിക്കുന്നത്. ശേഷം മറ്റൊരു ഫോൺ മുഖേന ആ ശബ്ദം റെക്കോർഡ് ചെയ്യുകയും തനിക്കെതിരായി വരുന്ന ഭാഗങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നിഷാന്ത് വിശദീകരിക്കുന്നത്. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭാഷണം ഉണ്ടായത്. അതായത് പോലീസ് അസോസിയേഷൻ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ശബരിമല ഡ്യൂട്ടിയിലേക്ക് ഉൾപ്പെടുത്തുന്ന അതിന് തടസ്സം നിന്നിട്ടില്ല. മറ്റാരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിക്ക് സാഹചര്യം ലഭിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ച ശേഷം ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതാണ്. പോലീസ് അസോസിയേഷൻ ആണോ ഈ ഡ്യൂട്ടിക്ക് അന്തിമ പട്ടിക കൊടുക്കേണ്ടത്? അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം മുകളിൽ നിന്നുണ്ടോ? ജില്ലാ പോലീസ് മേധാവിയാണ് അന്തിമ ഘട്ട ലിസ്റ്റ് അംഗീകരിച്ച്
ഡ്യൂട്ടിക്ക് ആളെ നിയോഗിക്കുന്നത്. എന്നാൽ പോലീസ് അസോസിയേഷന്റെ ശുപാർശ കൂടി ഈ ഘട്ടത്തിൽ സ്വീകരിക്കാറുണ്ട്. മുൻകാലങ്ങളിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കുറി ചെയ്തതിൽ, അതായത് ലിസ്റ്റ് സമർപ്പിച്ചെങ്കിലും പുഷ്പദാസിനെ ഒഴിവാക്കാൻ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായി. പക്ഷേ പുഷ്പദാസ് അത് മറികടന്ന് ഡ്യൂട്ടി നേടി. അതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിനും സംഭാഷണത്തിനും കാരണമായി മാറിയത്. അതായത് സി കെ അബിലാൽ, ഈ പറയുന്ന നിഷാന്തിന്റെ ഭീഷണി അനുസരിച്ചാണെങ്കിൽ മടങ്ങി വന്നാൽ ആ സ്ഥാനത്ത് ആ കസേരയിൽ ഈ പുഷ്പദാസ് കാണില്ല. അത് സംഭവിച്ചേക്കാം. പോലീസ് അസോസിയേഷൻ ഭരണകക്ഷിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അതിന്റെ പ്രത്യേകിച്ചും അതിന്റെ നേതൃനിരയിലേക്ക് വരുന്ന ആര് വരണമെന്നത് സംബന്ധിച്ച് ഭരണകക്ഷി, പ്രത്യേകിച്ച് CPM അടക്കം തീരുമാനം എടുത്താണ് അത്തരത്തിൽ ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും ഒക്കെ തന്നെ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലൊക്കെ തന്നെ ഭരണകക്ഷി എന്ന നിലയിൽ CPM-ന് നിലവിൽ വലിയ പങ്കുണ്ട്. ചുരുക്കത്തിൽ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ശുപാർശകൾ കൂടി ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിന് കാരണമാകും. മുൻകാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിഷാന്ത് സ്ഥലം മാറ്റത്തിന് സാഹചര്യം ഒരുങ്ങുമെന്നുള്ള തരത്തിൽ ഇൻഡയറക്റ്റായി ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നത് വേണം കണക്കാക്കാൻ.